എന്റെ ഇന്റൻഷൻ ഒന്നുമല്ല. ലവ് ജിഹാദിനെ ന്യായീകരിക്കാൻ ഞാൻ ആളല്ല. എനിക്കറിയാം ഷോൺ സാറ് നല്ല രീതിയിലേക്കാണ് ഭാര്യയെ നോക്കുന്നത് എന്നുള്ളത്. ഇത് എവിടെയാ പ്രശ്നം വരിക? ഷോൺ സാറ് അന്യമതത്തിൽപ്പെട്ട ഒരു കുട്ടിയെ കൊണ്ടുവന്നു മതം മാറ്റി. ഷോൺ സാറും ഭാര്യയും ഒരു അടി ഉണ്ടാവുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഞാൻ പറയാം, അടി ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഈ ഷോൺ സാറ് കുട്ടിയെ മതം മാറ്റി എന്നുള്ള ആരോപണം ഫസ്റ്റ് അവിടെ വരിക. ഷോൺ സാർ ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ ലവ് ജിഹാദ് എന്ന് വിളിക്കപ്പെടും. താങ്കളുടെ പേര് ലവ് ജിഹാദിൽ പെടും. കാര്യം താങ്കൾ ഒരു പ്രശ്നക്കാരനായി മാറിയാൽ മാത്രം. പ്രശ്നക്കാരല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പയ്യൻ ഹിന്ദു സമുദായത്തിലോ ക്രിസ്ത്യൻ സമുദായത്തിലോ പെട്ട ഒരു കുട്ടിയെ കല്യാണം കഴിക്കുന്ന സ്റ്റാർട്ടിങ്. പ്രണയം നടിക്കുന്നതും പ്രണയിക്കുന്നതും തമ്മിൽ വ്യത്യാസം. ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഷോൺ? ഇന്റൻഷൻ ബിഹൈൻഡ് ദ ലവ്. അതെങ്ങനെ ഇന്റൻഷൻ മനസ്സിലാക്കാൻ കഴിയും? ആ ഇന്റൻഷൻ മനസ്സിലാക്കാൻ കുട്ടികൾക്ക് മനസ്സിലാക്കണം. ഇനി അല്ല, അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അത് മനസ്സിലാക്കാൻ ബോധമുള്ള കുട്ടികൾ. ഞാൻ ഒരു കാര്യം ചോദിക്കാം, ചേച്ചിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എത്തരത്തിലുള്ള സ്നേഹമാണ്? തന്റെ ഉദ്ദേശം എന്താ? എന്റെ ഉദ്ദേശം ഒന്നുമില്ല. ആരുടെയും അച്ചാരം മേടിച്ചിട്ട് എങ്ങോട്ട് വന്നു? ഒരിക്കലുമില്ല. കണിയാനൊന്നും അല്ല. അപ്പൊ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? എനിക്കറിയാം, അത് അനുഭവം കൊണ്ടാ മനസ്സിലാകുന്നു. എങ്ങനെ മനസ്സിലാവും? കോതമംഗലത്തെ പെൺകുട്ടി മരിച്ചു. എങ്ങനെ മരിച്ചു? അവളെ പാലായി കൊണ്ടുകൊണ്ട് കൂട്ടിയിട്ടു. അറിയാവോ? അതേപോലെ കോഴിക്കോട് ഇപ്പോ പള്ളിയിലച്ഛൻ ഒരു അടിമാലിയിലുണ്ട് ഇന്നലെ സംഭവം. അല്ല, അത് സ്വാഭാവികമായി നടക്കുന്ന പറഞ്ഞാൽ എങ്ങനെയാണ് മതത്തിന്റെ പ്രശ്നം? നായർ സമുദായത്തിൽപ്പെടുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് നല്ല ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട്. സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രണയം നടിച്ചുള്ള ചതികളെ സംബന്ധിച്ച് ബോധവൽക്കരണം കൊടുക്കുന്നു. പ്രണയം എന്നുള്ളത് ചതിയാണെന്ന് മനസ്സിലാവല് പെട്ടതിന് ശേഷമാണ് സാർ. അത് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? പെട്ടുപോകുന്നത് അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അത് ഞാൻ പറഞ്ഞില്ല, അവിടെയാണല്ലോ ഈ പ്രശ്നം വരിക. അവിടെയാണല്ലോ ഈ ലവ് ജിഹാദിലേക്ക് മുദ്ര വെക്കുക. ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് പർപ്പസ്ഫുൾ, അതായത് SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന സംഘടനകൾ ഈ പ്രവണതയ്ക്ക് പ്രോത്സാഹനം കൊടുക്കുന്നു. ഈ ഭരണകക്ഷികൾക്ക് ഇത് അങ്ങ് നിരോധിച്ചൂടെ? ഏത് SDP പോലുള്ള സംഘടനകൾ നിരോധിച്ചൂടെ? നിരോധിച്ചല്ലോ, PFI നിരോധിച്ചല്ലോ. SDP രാഷ്ട്രീയ സംഘടനയാണ്, അതുകൊണ്ട് നിരോധിക്കാൻ പറ്റില്ല. പിന്നെ അവളെ ഞാൻ കെട്ടിക്കൊണ്ട് പൂഞ്ഞാറ്റില് 2 കുട്ടികളുടെ അമ്മയായിട്ട് പാലാ കോടതിയിൽ അഭിഭാഷകയായിട്ട് പാർവതി ഷോൺ എന്ന പേരിലാണ് അവൾ ജീവിക്കുന്നത്. സിറിയലല്ല. നമസ്കാരം. ഞാനിപ്പോ ഇരിക്കുന്നത് പൂഞ്ഞാറിലാണ്, PC ജോർജിന്റെ വീട്ടിലാണ്. മകൻ ചാക്കോച്ചനാണ് എൻ്റെ കൂടെയുള്ളത്, ഷോൺ ജോർജ് എന്ന ചാക്കോച്ചൻ. നമസ്കാരം. നമസ്കാരം. താങ്കളുടെ ഒരു വീഡിയോ വലിയ രീതിയിലേക്ക് വൈറലാവുന്നുണ്ട്. അതായത് കല്യാണം കഴിച്ചത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു, മതം മാറ്റിയിട്ട് വേണ്ടിയിട്ട് ആ രീതിയിലേക്കാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾ തന്നെ പറയുന്നുണ്ട് മതം മാറ്റാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ ലവ് ജിഹാദിനെതിരെ വലിയ രീതിയിലേക്ക് സംസാരിക്കുന്നുണ്ട്. എന്താണ് ആ ഒരു വീഡിയോയുടെ ഒരു സത്യാവസ്ഥ? എൻ്റെ ഭാര്യ അവളുടെ വിശ്വാസപ്രകാരം തന്നെയാണ് ജീവിക്കുന്നത്. പള്ളിയിൽ വെച്ച് കല്യാണം കഴിക്കണം എന്നതുകൊണ്ട് അന്ന് അത് മതം മാറ്റം. ഇന്നും എല്ലാ അമ്പലത്തിലും അവൾ പോകുന്നുണ്ട്. അവളുടെ എല്ലാ ഇഷ്ടദൈവങ്ങളെല്ലാം അവൾ വിശ്വസിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ എനിക്കും തർക്കമില്ല, അവൾക്കും തർക്കമില്ല. പിന്നെ അവളെ ഞാൻ കെട്ടിക്കൊണ്ട് പൂഞ്ഞാറ്റിൽ 2 കുട്ടികളുടെ അമ്മയായിട്ട് പാലാ കോടതിയിൽ അഭിഭാഷകയായിട്ട് പാർവതി ഷോൺ എന്ന പേരിലാണ് അവൾ ജീവിക്കുന്നത്. സിറിയലല്ല. തീർച്ചയായും എനിക്കിവിടെ അറിയാവുന്നതാണ്. നല്ല രീതിയിലേക്ക് ജീവിക്കുന്നുണ്ട്, കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. പാർവതിയും തന്നെ നല്ല രീതിയിൽ തന്നെയാണ്. ഈ ഇസ്ലാം സമുദായം, മുസ്ലിം സമുദായത്തിൽ നിന്ന് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ. ഇസ്ലാം സമൂഹത്തിനെയും ലവ് ജിഹാദിനെയും നമ്മൾ കൂട്ടിക്കെട്ടെ. ഇത് രണ്ടാണ്. അതെ. ഇസ്ലാം സമൂഹം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാം സമൂഹത്തിനെ അല്ല ഞങ്ങൾ പറയുന്നത്. ഇതിനെ രണ്ടായിട്ട് കാണണം. ഇവിടെ ഇസ്ലാമിന് വിരുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ വർഗീയ സംഘടനകൾ. എന്താണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? എന്താണ് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളത്? ഞാൻ മക്കയിൽ നിന്നും ഒരു സൈന്യവുമായി നിന്റെ രാജ്യത്തെ ആക്രമിക്കാൻ വന്നാൽ നീ നിന്റെ രാജ്യത്തോടൊപ്പം നിന്ന് നീ മക്കയ്ക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ ആളാണ് മുഹമ്മദ് നബി, ഇല്ലേ? പരിശുദ്ധ പ്രവാചകൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അതങ്ങനെയല്ല. ഇവിടെ രാജ്യത്തിനകത്ത് നിന്ന് രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം നിന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന സംഘടനകളുമായി ചില രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ബന്ധം പുലർത്തുന്നു. അതിനെ വിമർശിക്കാതിരിക്കാൻ കഴിയില്ല. ഞങ്ങളൊക്കെ ഈ ദേശഭക്തരാണ്, നമ്മളൊക്കെ രാജ്യഭക്തരാണ്. അതിലൊരു വിട്ടുവീഴ്ചയും BJP ഇല്ല. BJP ആ കാഴ്ചയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുമല്ല. തീർച്ചയായും ഈ ലവ് ജിഹാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 2 മിനിറ്റ് എനിക്ക് ഒരു മിനിറ്റ്. അതായത് ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് മുസ്ലിം പുരുഷൻ മറ്റു മതത്തിൽപ്പെട്ട സ്ത്രീകളെ കല്യാണം കഴിക്കുമ്പോഴാണല്ലോ ഈ സംഭവം സ്റ്റാർട്ടിങ് വരുന്നത്. അല്ല, സ്റ്റാർട്ടിങ് അത് തന്നെ വരുന്നത്. പിന്നെ മുസ്ലിം മതത്തിൽപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ
ഇതര സമുദായത്തിൽപ്പെടുന്ന ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നതല്ല ലവ് ജിഹാദ്. അതാണ് തെറ്റ്. പർപ്പസ് അല്ല ഒരു മിനിറ്റ് എനിക്ക് വേണം. അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പയ്യൻ ഹിന്ദു സമുദായത്തിലോ ക്രിസ്ത്യൻ സമുദായത്തിലോ പെട്ട ഒരു കുട്ടിയെ കല്യാണം കഴിക്കുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ല. അത് അവർ ജീവിക്കുന്നോ എവിടെ പോകുന്നു എന്നുള്ളത് സെക്കൻഡ് തിങ് ആണ്. അല്ല, അതല്ല 100% അല്ല. ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവത്തിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് അത് തന്നെയാണ്. അല്ല, പ്രണയം നടിക്കുന്നതും പ്രണയിക്കുന്നതും തമ്മിൽ വ്യത്യാസം. ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഷോൺ? അത് മനസ്സിലാക്കാൻ പറ്റാത്ത അതുകൊണ്ടല്ല ഞങ്ങളിപ്പോ പെൺകുട്ടികളെ ബോധവൽക്കരിക്കുന്നത്. അല്ല സർ, ഞാൻ പറയുന്നത് ഈ ഒരു സംഭവമാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതായത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയെ മുസ്ലിം സഹോദരൻ കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് സ്റ്റാർട്ടിങ്. അവിടെ നിന്ന് മതം മാറ്റൽ വരുമ്പോഴാണ് അതെങ്ങനെ ഇന്റൻഷൻ മനസ്സിലാക്കാൻ കഴിയും? ആ ഇന്റൻഷൻ മനസ്സിലാക്കാൻ കുട്ടികൾക്ക് മനസ്സിലാക്കണം. ഇനി അല്ല, അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അത് മനസ്സിലാക്കാൻ ബോധമുള്ള കുട്ടികൾ. ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഞാൻ വർഷങ്ങളായിട്ട് കാണുന്നതാണ് അല്ലേ, ഒറ്റ ഉദാഹരണം. എന്റെ ഒരു അടുത്ത സുഹൃത്ത് ഇവിടുന്ന് ഒരു 100 മീറ്റർ അപ്പുറത്ത് യൂസുവിന കല്യാണം കഴിച്ചിട്ടുള്ളത് തെടനാടുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് മതം മാറിയതും തെറ്റല്ല. ആ മതം മാറി അവൾ ജീവിക്കുന്നുണ്ട്. അവളുടെ പേര് ഇപ്പോൾ ഫാത്തിമ എന്നാണ്. 3 കുട്ടികളുടെ അമ്മയാണ്. നിങ്ങൾ ഇവിടുന്ന് നോക്കണം, ഒരു 6-7 ബസ് ഇതിലെ ഓടുന്നുണ്ട്, ഈരാറ്റുപേട്ട കാഞ്ഞപ്പള്ളിയോട്. ആ ബസ്സിന്റെ പേര് ഫാത്തിമ എന്നാണ്. അതിനെ ലവ് ജിഹാദ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഫിനിഷ്. ആ ഫാത്തിമ എന്ന് വിളിക്കാം. അവൾ അന്തസ്സായിട്ട് ഉള്ള ഭർത്താവിനൊപ്പം ജീവിക്കുന്നു. ഇതങ്ങനെയല്ല. ഇത് മതത്തിൻ്റെ അല്ലാത്ത തീവ്രവാദ സംഘടനകളുടെ ആഹ്വാനം അനുസരിച്ച് ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ചു വശത്താക്കി ഇതിനു വേണ്ടി പ്രേരിപ്പിച്ച് കൊണ്ടുവന്നതിനെ മാത്രമാണ് ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നത്. അതിനെ നിങ്ങൾ ഒരിക്കലുമല്ല. ഇത് കൃത്യമായി ജനങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഒരു ജനത്തിന്റെ കാഴ്ചപ്പാട്, സാധാരണ ഒരാളുടെ കാഴ്ചപ്പാട് മാധ്യമങ്ങളുടെ കാഴ്ചപ്പാട് തെറ്റാണ്, പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാട് തെറ്റാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് അറിയാം എങ്കിൽ പോലും അവരുടെ കാഴ്ചപ്പാടും മനഃപൂർവ്വമായി. ഞാൻ 1 മിനിറ്റ് സംസാരിക്കാം. താങ്കൾ പറഞ്ഞു ഫാത്തിമയെ ബസ് അടക്കം എടുത്ത് അവരുടെ പേരിൽ അറിയപ്പെട്ട് വലിയ രീതിയിലേക്ക് 3 കുട്ടികളായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഷോൺ സാറെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അച്ഛനെ കാണാൻ വരുമ്പോൾ എന്തായാലും കാണും. നമ്മൾ നല്ല രീതിയിലേക്കുള്ള സൗഹൃദമാണ്. എപ്പോഴും വാട്സപ്പുമായിട്ടൊക്കെ ബന്ധങ്ങളുണ്ട്. ഓക്കെ, എനിക്കറിയാം ഷോൺ സാറ് നല്ല രീതിയിലേക്കാണ് ഭാര്യയെ നോക്കുന്നത് എന്നുള്ളത്. ഇത് എവിടെയാ പ്രശ്നം വരിക? ഷോൺ സാറ് അന്യമതത്തിൽപ്പെട്ട ഒരു കുട്ടിയെ കൊണ്ടുവന്നു മതം മാറ്റി. ഷോൺ സാറും ഭാര്യയും ഒരു അടി ഉണ്ടാവുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഞാൻ പറയാം, അടി ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഈ ഷോൺ സാറ് കുട്ടിയെ മതം മാറ്റി എന്നുള്ള ആരോപണം ഫസ്റ്റ് അവിടെ വരിക. ഇതേ സമുദായത്തിൽ ചെറിയ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ മുസ്ലിം സമുദായത്തിലാണെങ്കിലും ഈ ഞാൻ മതം മാറ്റാൻ എതിരുള്ള ആളാട്ടോ. മതം മാറ്റാനേ പാടില്ല എന്ന് പറയുന്ന ആളാണ്. മതം അവരവരുടെ മതം പിറവി കൊണ്ട് തലയിൽ കെട്ടിവെക്കുന്ന ഒരു സാധനമാണ് മതം. സത്യമായിട്ട് ഞാൻ അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ സാധാരണ രീതിയിലേക്ക് അങ്ങനെയാണ് മനസ്സിലാക്കുക. ഇപ്പോൾ ഷോൺ സാറ് ഇപ്പോൾ ഇവിടുന്ന് വിട്ടു, പ്രശ്നങ്ങളായി, അല്ലെങ്കിൽ വൈഫുമായിട്ട് പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് മാത്രമാണ് ഇത്തരം ആരോപണം വരിക. ഇതേ അവസ്ഥ തന്നെയാണ് മുസ്ലിം സമുദായത്തിന് ഉണ്ടാവുക. ഷോൺ സാർ ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ ലവ് ജിഹാദ് എന്ന് വിളിക്കപ്പെടും. താങ്കളുടെ പേര് ലവ് ജിഹാദിൽ പെടും. കാര്യം താങ്കൾ ഒരു പ്രശ്നക്കാരനായി മാറിയാൽ മാത്രം. പ്രശ്നക്കാരല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. ചോദ്യം കഴിഞ്ഞു. വളരെ സിമ്പിളാണ് ഉത്തരം. ഇതിവിടെ മുസ്ലിം നായർ കുട്ടിക്ക് 5 ലക്ഷം, ബ്രാഹ്മണ കുട്ടിക്ക് 8 ലക്ഷം, ക്രിസ്ത്യൻ പെൺകുട്ടിക്ക് 4 ലക്ഷം, ഈഴവ പെൺകുട്ടിക്ക് 3 ലക്ഷം, പട്ടികജാതി പെൺകുട്ടിക്ക് 2 ലക്ഷം. അങ്ങനെ കാശ് കൊടുത്ത് പറഞ്ഞ് പ്രേമിക്കുന്നതിന് മാത്രമേ ഞങ്ങൾ ലവ് ജിഹാദ് എന്ന് വിളിക്കാറുള്ളൂ. അല്ല, നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അല്ല, അതിപ്പോ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പർപ്പസ്ഫുൾ ഇത് ഇവിടെ നടക്കുന്നുണ്ടോ? ഞാൻ ഒറ്റ കാര്യം പർപ്പസ്ഫുൾ ഇത് ഇവിടെ നടക്കുന്നുണ്ടോ? 100% ഉണ്ട്. 100% ലവ് ജിഹാദിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ലവ് ജിഹാദ് എന്റെ ഇന്റൻഷൻ ഒന്നുമല്ല. ലവ് ജിഹാദിനെ ന്യായീകരിക്കാൻ ഞാൻ ആളല്ല ഒരിക്കലും. അതായത് ഞാൻ പറയുന്ന കൃത്യമായ എന്റെ സ്റ്റേറ്റ്മെന്റ്, ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു. ഫാത്തിമയെ മതം മാറ്റി അവൾ അന്തസ്സായിട്ട് ജീവിക്കുന്നത് അതല്ല ലവ് ജിഹാദ്. ഇത് ഇന്റൻഷനലി പ്രണയം ഒരു പെൺകുട്ടിയോട്, പ്രണയമില്ലാതെ തന്നെ പെൺകുട്ടിയെ നടിച്ച് മതം മാറ്റാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രക്രിയ, അതും ഒരു സംഘടനയുടെയോ തീവ്രവാദ സംഘടനയുടെയോ ആഹ്വാനം അനുസരിച്ച് തെറ്റാണ്. ഞാൻ പറയുന്നത് തെറ്റാണ്. അതല്ലെന്ന് പറഞ്ഞില്ല. ഞാൻ തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. എന്താണെന്നാ പറഞ്ഞത്? ഞാൻ പറയുന്നത് ഒരു സമുദായത്തിൽ ലവ് ജിഹാദ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്.
തീർച്ചയായും അത് എങ്ങനെ മനസ്സിലായി? ഞാൻ ഷോൺ സാറോട് വീണ്ടും ഞാൻ കണിയാനൊന്നും അത് അല്ല, അപ്പൊ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? എനിക്കറിയാം, അത് അനുഭവം കൊണ്ട് മനസ്സിലാകുന്നു. എങ്ങനെ മനസ്സിലാവും? ഇപ്പൊ കോതമംഗലത്തെ പെൺകുട്ടി മരിച്ചു. എങ്ങനെ മരിച്ചു? അവളെ പാലായി കൊണ്ടുകൊണ്ട് പൂട്ടിയിട്ടു, അറിയാവോ? അതേപോലെ കോഴിക്കോട് ഇപ്പോ പള്ളിയിലച്ഛൻ ഒരു അടിമാലിയിലുണ്ട് ഇന്നലെ സംഭവം. അല്ല, അത് സ്വാഭാവികമായി നടക്കുന്ന പറഞ്ഞാൽ എങ്ങനെയാണ് മതത്തിന്റെ പ്രശ്നം? സ്വാഭാവികം എങ്ങനെ സ്വാഭാവികം? അതെങ്ങനെയാണ്? ഞാൻ ഇപ്പൊ ഒരു മുസ്ലിം ചെറുക്കനും പെണ്ണും, എത്രയോ മുസ്ലിം ഈരാറ്റുപേട്ടയിലെ ഒരു 25 പേരെങ്കിലും ഞാൻ എടുത്തു പറയാം വളരെ മാന്യമായി ജീവിക്കുന്നു. അങ്ങനെ അല്ലാത്തതുകൊണ്ട് അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഇത് ഈ പ്രണയം നടിക്കുന്നതായ, അതായത് ഒരു സംഘടനയുടെ ആഹ്വാന പ്രകാരം പ്രണയം നടിക്കുന്നതിനെ മാത്രമേ ഞാനിതെന്ന് പറയൂ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് കുടുംബ തകർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. അത് ഈ ഭാര്യ 50% വരുന്ന ഇപ്പൊ ഇന്നലെ ഒരു കണക്ക് പഠിച്ചു, 40 വയസ്സിൽ താഴെയുള്ള കേരളത്തിലെ സ്ത്രീകളിൽ 50% 2026 50% ഒന്നെങ്കിൽ അൺമാരീഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിരിക്കും. 50%. അത് കാലത്തിന്റെ അല്ല, ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പൊ ഈ ഡൈവേഴ്സുകൾ നടക്കും. അതായത് ഇപ്പോഴും നിങ്ങൾ എന്താണ് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ഞാനൊന്നും സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് ഒരിക്കലും ഈ സംഭവം, ഈ ഒരു തെറ്റിദ്ധാരണ ശരിക്കും മനുഷ്യന്മാരുടെ കാഴ്ചപ്പാടിൽ മാറ്റം. അങ്ങനെ തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വൃത്തിയായിട്ട് ഞാൻ പറയുന്നു. ഒരു മുസ്ലിമോ ഒരു ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയോ കല്യാണം കഴിക്കുന്നതല്ല ലവ് ജിഹാദ്. ഒരു മുസ്ലിം മറ്റേ ഒരു മതസ്ഥരെ കല്യാണം കഴിച്ച് സ്വന്തം മതത്തിലേക്ക് മുസ്ലിമാക്കി മാറ്റി അവളെ കൊണ്ട് മാന്യമായി ജീവിച്ച് അവൾക്ക് കുട്ടികളുണ്ടായി അന്തസ്സായിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നതല്ല ലവ് ജിഹാദ്. ഇത് രാജ്യവിരുദ്ധ ശക്തികളുടെ പ്രേരണയാൽ പണം വാങ്ങി മനഃപൂർവ്വം പ്രണയം നടിച്ച് പെൺകുട്ടിയെ കുരുക്കി അവളെ വിവാഹം കഴിച്ച് മതം മാറ്റി അവളുടെ മതത്തിലോട്ട് മാറ്റി സ്ത്രീക്കും മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾ അല്ല, ഒരൊറ്റ കാര്യം പറയാം. തീവ്രവാദങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഏത് മതമായാലും ശരിയല്ല എന്ന് വിചാരിക്കുന്നതാണ്. ഇന്ത്യക്കെതിരെ ആര് സംസാരിച്ചാലും നമ്മൾ അമർച്ച ചെയ്യണമെന്ന് സത്യമാണ്. ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാം, എക്സാമ്പിളാണ് പറയുന്നത്. ഇത്തരം ഒരു സംഭവത്തിൽ 2 പേരും തെറ്റിപ്പോയി എന്ന് വെച്ചോളൂ. കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ വന്നു, കലശമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു, അടിച്ചു പിരിഞ്ഞു. അത് 2 മതങ്ങൾ തമ്മിൽ മുതലെടുക്കുന്ന ഒരു രീതിയിലേക്ക് ലവ് ജിഹാദിലേക്ക് കൊണ്ടെത്തുന്ന എത്ര കുടുംബങ്ങളുണ്ട്? ഉണ്ട്, ഒരുപാടുണ്ട്. അത് തന്നെയാണ് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. കല്യാണം കഴിഞ്ഞ് കുട്ടിയായിട്ട് 4 ദിവസം കഴിയുമ്പോൾ ആ പെൺകുട്ടിക്ക് 4 ദിവസം കഴിയുമ്പോൾ ഇവനെ വേണ്ടെന്ന് തോന്നി, അല്ല അവർക്കിടയിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ അത് ലവ് ജിഹാദായിട്ട് എൻ്റെ അറിവിൽ ഞാൻ അതിനെ ന്യായീകരിച്ചിട്ടില്ല. അങ്ങോട്ട് നിൽക്കില്ല. എന്റെ അറിവിൽ അത്തരം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അതായിരിക്കാം. എനിക്കോ എന്റെ പാർട്ടിക്കോ ഞാൻ പ്രതികരിക്കുന്ന സംഘടനകൾക്കോ ഇതൊന്നും ഒരുപാട് വരുന്നുണ്ട് കാര്യം. അത് അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ അതിനെ കൂടെ. പിന്നെ എനിക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ, എങ്ങനെയാണ് ഇന്റൻഷൻ മനസ്സിലാവുക എന്നുള്ളതാണ്. ഇന്റൻഷൻ മനസ്സിലാവുന്ന വെച്ചാൽ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ചെയ്യാൻ ഞാൻ സ്നേഹിക്കുന്ന ഒരു അതിന് ചെയ്യാൻ വേണ്ട വെച്ചാല് അവന്റെ കുടുംബം, അവന്റെ പാരമ്പര്യം, അവന്റെ സംഘടന, അവന്റെ രീതികൾ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരം പെൺകുട്ടികളുണ്ടാകും. ഇപ്പോൾ SNDP ക്ലാസ് നടത്തുന്നുണ്ട്. ഇവിടെ നായർ സമുദായത്തിൽപ്പെടുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് നല്ല ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട്. സംഘത്തിന് നേതൃത്വത്തിലുള്ള പ്രണയം നടിച്ചുള്ള ചതികളെ സംബന്ധിച്ച് ബോധവൽക്കരണം കൊടുക്കുന്നു. പ്രണയം എന്നുള്ളത് ചതിയാണെന്ന് മനസ്സിലാവല് പെട്ടതിന് ശേഷമാണ് സാർ. അത് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? പെട്ടുപോകുന്നത് അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അത് ഞാൻ പറഞ്ഞില്ല, അവിടെയാണല്ലോ ഈ പ്രശ്നം വരിക. അവിടെയാണല്ലോ ഈ ലവ് ജിഹാദിലേക്ക് മുദ്ര വെക്കുക. അതിനൊരു സൊല്യൂഷൻ ഇല്ല. പിന്നെ അത് വേറെ മാർഗം, ഒരു സൊല്യൂഷൻ ഇല്ല. ഇപ്പൊ ഷോൺ സാറ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, ഇപ്പൊ എന്റെ മകളോട്, എന്റെ പെങ്ങളോട്, എന്റെ ചുറ്റുമുള്ള സമൂഹത്തോട് ഈ ചതി ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇല്ലേ? സ്വാഭാവികമായും നമ്മൾ പെൺകുട്ടികൾക്കിടയിൽ ഒരു ചെറിയ കോൺഷ്യസ്നസ് ഇപ്പോൾ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രണയം നടിച്ചു വരുമ്പോഴും അല്ലാതെ വരുമ്പോഴും ചെറിയൊരു പ്രിക്കോഷൻ ഇപ്പോൾ ഇതര സമുദായത്തിൽപ്പെടുന്ന ആളുകൾ എടുക്കുന്നുണ്ട്. അത് മതി. അതേ നമുക്ക് ചെയ്യാൻ പറ്റും. ഷോൺ സാറ് ഇപ്പോ ചേച്ചിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാനത് വ്യക്തമാക്കിയല്ലേ? അല്ല വേണ്ട, ചേച്ചിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എത്തരത്തിലുള്ള സ്നേഹമാണ്? തന്റെ ഉദ്ദേശം എന്താ? എന്റെ ഉദ്ദേശം ആരുടെയും അച്ചാരം മേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നു? ഒരിക്കലും അതൊരിക്കലും ഞാൻ ചെയ്യത്തില്ല. പിന്നെ എന്താ എന്റെ ഉദ്ദേശം? ഞാൻ താൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായ ഉത്തരം ഞാൻ. ആ ഇന്റൻഷൻ എന്ന് പറയുന്നതിനെ ബോധവൽക്കരിക്കാനല്ലേ നമുക്ക് പറ്റും? ബോധവൽക്കരിക്കണം, ആവശ്യമാണ്. അത് തന്നെയാണ് ഈ ചർച്ച. ധൈര്യമായിട്ടിരുന്നു, നമ്മളത് കൃത്യമായി ചെയ്യുന്നു.
അത് ബോധവൽക്കരിക്കുന്ന നല്ല കൃത്യമായും അത് വെടിപ്പായി. തന്നെയാണ്. ഒരിക്കലും ഞാനൊരാളെ കൊട്ടേഷൻ എടുത്ത് വന്നതല്ല, എനിക്ക് സംശയമുണ്ട്. ഒരിക്കലുമില്ല. അത് നിങ്ങൾ എന്നെ വിശ്വസിക്കാം, നിങ്ങൾ എന്ത് വേണം ചെയ്യാം, അതൊന്നും വേണം. ചോദ്യങ്ങളിൽ ഒരു ലവ് ജിഹാദി ന്യായീകരണം ഉണ്ടോ? ഒരിക്കലുമില്ല. ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം ഇന്റൻഷൻ ഒറ്റ കാര്യം, ഇന്റൻഷൻ എന്ന് പറയുന്ന ഒറ്റ കാര്യം ചോദിക്കുന്നത്, സ്നേഹത്തിന് എന്ത് ഇന്റൻഷൻ ആണ്? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ആണ്, അതല്ല അവിടെ നല്ല സ്നേഹം. സഹോദര, കാശ് മേടിച്ച് രാജ്യവിരുദ്ധ സംഘടനകൾക്ക് വേണ്ടി പ്രണയം നടിച്ച ഒരു പെൺകുട്ടിയെ കുരുക്കിലാക്കുന്നതിന് ഞങ്ങൾ ലവ് ജിഹാദ് എന്ന് പറയുന്നുള്ളൂ. ലോകത്ത്, ഇന്ത്യയിൽ, ലോകം മുഴുവൻ ഇന്റർ കാസ്റ്റ് മാരേജസ് നടക്കുന്നു. അതിനൊന്നും BJP ഒരിക്കലും എതിരല്ല. അതിനൊന്നും ഇതില്ല. ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് പർപ്പസ്ഫുൾ, അതായത് SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന സംഘടനകൾ ഈ പ്രവണതയ്ക്ക് പ്രോത്സാഹനം കൊടുക്കുന്നു. കൊടുക്കുന്നു. ആ പ്രോത്സാഹനം കൊടുക്കുന്നതിന് ഇപ്പൊ SDP-യുടെ മറ്റേ PFI-യുടെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോൾ അവിടുന്ന് കിട്ടിയ ലഘുലേഖലാണ് നമുക്കിത് കിട്ടിയത് തന്നെ. നമ്പൂരി കുട്ടിക്ക് 8 ലക്ഷം, നായർ കുട്ടിക്ക് 5 ലക്ഷം, ക്രിസ്ത്യാനി കുട്ടിക്ക് 4 ലക്ഷം. ഇതെവിടുന്ന ഈ ഭരണകക്ഷികൾക്ക് ഇത് അങ്ങ് നിരോധിച്ചൂടെ? ഏത് SDP-യെ പോലുള്ള സംഘടനകൾ നിരോധിച്ചൂടെ? PFI നിരോധിച്ചല്ലോ. SDP രാഷ്ട്രീയ സംഘടനയാണ്. അതുകൊണ്ട് നിരോധിക്കാൻ പറ്റില്ല. SDP-യും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ഒന്നാണ് എന്ന് നമുക്കറിയാം. പക്ഷെ സെപ്പറേറ്റ് സംഘടനകളായി അവർക്ക് മുന്നേ അറിയാം ഈ സാധനം നിരോധിക്കുമെന്നുള്ളത്. ഇതൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ, SDP ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ രീതിയിലുള്ള പ്രവർത്തനമായി ഇന്ത്യ മഹാരാജ്യത്ത് തുടർന്നു പോകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അതൊക്കെ സമയത്ത് നടന്നോളും. ഷോൺ സാറേ, ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. അതായത് ഈ ഒരു ചർച്ചയുടെ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഷോൺ സാർ കൃത്യമായി പറയുന്നുണ്ട്, അതായത് ഇത്തരം രീതിയിലേക്കുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് അപ്പോഴും ഒരു മതത്തെ കയറി ആക്രമിക്കുന്ന രീതിയിലേക്ക്, ഞാൻ മതത്തിന്റെ ആളുകളാണ്, അവിടെയാണ് പ്രശ്നം. അവിടെ എന്തുകൊണ്ട് SDP പോലെയുള്ള ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളെ തള്ളിപ്പറയാൻ ഇവിടുത്തെ മുസ്ലിം പ്രബല വിഭാഗം, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ തയ്യാറാകുന്നില്ല? SDP ഉണ്ടാക്കിയൊരു വിഷയം, ഇപ്പൊ ഹിജാബ് പ്രശ്നം ഉണ്ടായി. അടുത്ത വിഷയം എനിക്ക് സമയമില്ല എങ്കിൽ പോലും പറയാം. ഹിജാബ് പ്രശ്നം ഉണ്ടായി. ഹിജാബ് പ്രശ്നത്തിൽ ആ ഹിജാബ് ഇട്ട് ആ പെൺകുട്ടി ഒരു സ്കൂളിൽ പോകുന്നു, ഒരിക്കലും തെറ്റല്ല എന്നാണ് എൻ്റെ സ്റ്റാൻഡ്. പക്ഷേ ഒരു സ്കൂളിലൊരു നിയമമുണ്ട്, അതും അവിടെ നിൽക്കട്ടെ. ഇവിടെ ആയിരക്കണക്കിന് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ഹിജാബ് ഇട്ട് പഠിപ്പിക്കുന്നവരും വരുന്നുണ്ട്. ഇവിടെ സെന്റ് ജോർജ് കോളേജിൽ ക്രിസ്ത്യൻ സ്ഥാപനമാണ്, മുഴുവൻ കുട്ടികൾ ഹിജാബ് ഇട്ട് പോകുന്നു, ഒരു പ്രശ്നമില്ല. പക്ഷേ അവിടെ ചെന്ന് പ്രതികരിച്ച കോൺഗ്രസിൻ്റെ MP, അവിടെ ചെന്ന് അതിനുവേണ്ടി പ്രതികരിച്ച ശിവൻകുട്ടി, അതിനുവേണ്ടി പ്രതികരിച്ച പ്രതിപക്ഷ KPCC-യുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ്, അതിനുവേണ്ടി പ്രതികരിച്ച കുഞ്ഞാലിക്കുട്ടി, ഇവരാരും ആ സ്കൂളിൽ ചെന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആ അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ SDP-യെ കുറിച്ച് മിണ്ടുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. ഒരക്ഷരം മിണ്ടിയില്ല. നിരോധിക്കണം, മിണ്ടിയില്ല. അല്ലല്ല, ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്ന് പറയുന്നത്, ഈ 4 പാർട്ടികളും എന്തുകൊണ്ട് SDP എന്നൊരു പേര്, അവിടെ പോയി പ്രശ്നമുണ്ടാക്കിയ SDP എന്നൊരു പേര് ഉദ്ധരിച്ചില്ല? അവർക്കിവിടെ രാഷ്ട്രീയ, താങ്കൾ തന്നെ പറഞ്ഞു രാഷ്ട്രീയ സംഘടനയാണ്. അത് രാഷ്ട്രീയ സംഘടന അവിടെ BJP പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഹൈബിയുടെ പറഞ്ഞല്ലോ. അല്ല, അതൊക്കെ അവരുടെ നിയമങ്ങളല്ലേ, ഉത്തരം നിങ്ങളോടല്ലേ ചോദിച്ചത്, ഞാൻ അവരോട് പൊതുസമൂഹം കാണുന്ന സാധനമല്ലേ. 100%. പക്ഷെ ഞാൻ പറയുന്നത് അത് SDP എന്നുള്ള സംഘടന അത്രയും രീതിയിലേക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാൽ തീർച്ചയായും ഒരിക്കലുമല്ല. എന്റെ ലാബിൽ SDP ഒന്നുമല്ല.